കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയായിരുന്നു, അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ട് സിനിമ? സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ ഈ ഷോ? അതെ, എൻജോയ് ചെയ്തോ? കുഴപ്പമില്ല സിനിമ. എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പർ, കുഴപ്പമില്ല, ചേച്ചി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി, 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 സൂപ്പറായിട്ടുണ്ടായിരുന്നു. അടിപൊളി, അടിപൊളി, സൂപ്പർ, സൂപ്പർ, അടിപൊളി. അടിപൊളിയായിരുന്നു സംഭവം. ഞങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. വെങ്കട് പ്രഭു ആയതുകൊണ്ട് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് പോയത്. ബട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആക്ടിങ് ഞങ്ങൾ ആക്ച്വലി എന്താ പറയുക, നോ വേർഡ്സ് ആക്ച്വലി, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിരുന്നു. ഡാൻസൊക്കെ പൊള്ളിയായിരുന്നു. ഡാൻസ് സെറ്റായിരുന്നു. ട്രെയിലറിൽ കാണുമ്പോൾ ഒരുമാതിരി ഉണ്ടായിരുന്നു ഡാൻസ് എന്ന്. പക്ഷെ ഇപ്പൊ പിന്നെ എ വിജയനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തോന്നിയില്ല നന്നായിട്ടുണ്ടാവും, അയ്യോ ഇങ്ങനെ ഒരു കൊളാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പേടിച്ചു. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫൈറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടമില്ലായിരിക്കും. ബട്ട് ഫൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വേറെ ലെവൽ ഫീസ്റ്റാണ്. ഇല്ല ഞാൻ ലിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, സെയിം സംഭവം. പക്ഷേ അരോമയിലായിരുന്നു. ഇതിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ സെലിബ്രേഷനൊന്നും ഇല്ല, അരോമയിൽ സെലിബ്രേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല തിയേറ്ററായിരുന്നു. സ്ക്രീനൊക്കെ സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വിജയ് ഫാൻസിന് വലിയൊരു ഫീസ്റ്റ് തന്നെയാണ്, അത് ഉറപ്പായിട്ടും പറയണം. വെങ്കട് പ്രഭു സർ കാണുകയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഈവൻ തോ അടിപൊളിയായിരുന്നു സർ. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ടീമിനും അർച്ചന കൽപ്പത്തിക്കും അടിപൊളിയായിരുന്നു. ഞങ്ങളെ ഫാൻസ് എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരുന്നൊരു നല്ലൊരു പ്രൊഡ്യൂസറാണ്. സോ അവർക്കും താങ്ക് യു.